ജനിച്ചവനൊത്ത് നല്ലൊരു ജീവിത സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. പാവ സഞ്ജനയുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഇന്ന് അവളെ കണ്ട സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി തന്നെ അവശേഷിച്ചപ്പോ അവളുടെ മനസ്സ് എത്രമാത്രം പിടയുന്നുണ്ടായിരിക്കും. എന്തായാലും അവളെ ഒന്ന് നേരിട്ട് കണ്ട് സമാധാനിപ്പിക്കണം. സഞ്ജന, സഞ്ജന, നീ എന്താ സഞ്ജന ചെയ്യുന്നേ? എന്നെ വീട് ഏട്ടത്തി. സഞ്ജന, ഏട്ടത്തി വീട്. സഞ്ജന നിന്നോട് വീടാണ് പറഞ്ഞത്. ഇറങ്ങാൻ. എന്താ അവിവേക നീ കാണിച്ചേ? നിനക്ക് എന്താ പറ്റിയത്? എനിക്കിനി ജീവിക്കണമെന്നില്ല ഏട്ടത്തി. എനിക്ക് മരിക്കണം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്ത് തെറ്റിനാ നീ നിന്നെ തന്നെ ശിക്ഷിക്കുന്നേ? തെറ്റ് ചെയ്തവരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കൊതിച്ച് ജീവിതം കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. അത് പോട്ടെ. ഇഷ്ടപ്പെട്ടവനൊപ്പം ജീവിക്കാനോ വിധിയില്ലാണ്ടായി. ഇനി എന്തിന്റെ പേരിൽ ഞാൻ ജീവിച്ചിരിക്കണം? ഇഷ്ടപ്പെട്ടവനെ കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാ, ഞാനും സമ്മതിക്കുന്നു. പക്ഷെ നീ ഇഷ്ടപ്പെട്ടവൻ നല്ലവനല്ല എന്ന് തെളിഞ്ഞതുകൊണ്ടല്ലേ നീ ഇന്ന് രക്ഷപ്പെട്ടത് തന്നെ. അവനോടൊപ്പം ഒരിക്കലും നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല. അത് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അതോർത്ത് നീ സമാധാനിക്കല്ലേ വേണ്ടത്. ഇങ്ങനെ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണോ? എനിക്കറിയില്ല ഏട്ടത്തി. എനിക്ക് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി വിശ്വസിച്ചു പോയി, ജീവന് തുല്യം സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ അവൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചതിയാണെങ്കിലും നിനക്ക് നല്ലത് തന്നെയല്ലേ നടന്നത്. അല്ലെങ്കിൽ ആ തെമ്മാടിയും കല്യാണം കഴിച്ച് കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെ കഴിയേണ്ടി വന്നേനെ. സ്വാതന്ത്ര്യത്തോടെ ഒരു ശ്വാസം എടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ല. ഇന്ന് ഞാനൊരു കൂട്ടിലടക്കപ്പെട്ട കിളി തന്നെയല്ലേ. ഇതിപ്പോ ഒരു ജന്മത്തേക്കുള്ള കാരാഗ്രഹം. ഈ കാരാഗ്രഹത്തിൽ നിന്ന് എനിക്കൊരു രക്ഷ ഉണ്ടാവില്ല ഏട്ടത്തി. നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നേ? എന്റെ ആകാശിന്റെ എൻഗേജ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി മുടക്കാൻ കഴിഞ്ഞുള്ളൂ ഏട്ടത്തി. പക്ഷെ അവൻ കാരണം മറ്റൊരു ബന്ധു എന്ന് എന്റെ ഉള്ളിൽ തന്നെ ഒരു പൊതുജീവനായി തുടിക്കുന്നുണ്ട്. ഏട്ടത്തിക്കറിയോ, ഞാനിപ്പോ പ്രഗ്നന്റ്. ഇന്ന് കാലത്ത് മാത്രം ഞാൻ പോലും ആ സത്യം മനസ്സിലാക്കിയത്. എന്തായാലും ഇന്ന് എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേന്ന് ഓർത്ത് ആരോടും ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ അപ്പോഴേക്കല്ലേ ഇങ്ങനെ തകരുമെന്ന് വിചാരിച്ചില്ല. ഇനി ഏട്ടത്തി എന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തിന്റെ പേരിലാണ് ഞാൻ ഇനി ജീവിച്ചിരിക്കേണ്ടത്? ഒരു തെമ്മാടിയുടെ ഭാര്യ ആവാതെ രക്ഷപ്പെട്ടു എന്നോർത്ത് സമാധാനിക്കണോ? അതോ ആ തെമ്മാടിയുടെ പ്രതിരൂപം എന്റെ ഉള്ളിൽ വളരുന്നുണ്ടെന്നോർത്ത് സന്തോഷിക്കണോ? പറ ഏട്ടത്തി, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നാലും മരണം ഇതിനൊന്നും പരിഹാരമാവുന്നില്ല മോളെ. നിന്റെ ഇപ്പോഴുള്ള പ്രശ്നത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടായേ തീരൂ. അതെന്താണെന്നുള്ളതാ നമ്മൾ ചിന്തിക്കേണ്ട, അല്ലാതെ മരണത്തിലേക്ക് പോകരുത്. മരണത്തിലൂടെ നമ്മളാണ് തോറ്റുപോകുന്നത്. ഒപ്പം നിന്റെ പ്രിയപ്പെട്ടവരെയാണ് നീ ശിക്ഷിക്കുന്നത്. എനിക്കിനി ഇതിന്ന് രക്ഷയില്ല ഏട്ടത്തി. നിനക്ക് വല്ലത് സംഭവിച്ച അതിവിടെ എല്ലാവർക്കും തീരെ വേദനയാവും. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ബാക്കിയുള്ളവർക്ക് പിന്നെ ശിഷ്ട ജീവിതം നയിക്കാനാവുള്ളൂ. മോൾ ഇങ്ങോട്ടൊന്ന് നോക്കേ. ഈ മേഘനേട്ടത്തെ മോൾക്ക് എപ്പോഴും വിശ്വാസമാണോ? അതെ മേഘനേട്ടത്തി. ആ വിശ്വാസം എപ്പോഴും ഉണ്ടാവട്ടെ. നമുക്കൊന്നിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം. മേഘനെ, മേഘനെ വിളിച്ചത് കേട്ടില്ലേ?
എന്താ മിഥുനേട്ടാ? എന്തു പറ്റി? എന്താ വല്ലാതിരിക്കുന്നേ? പ്രത്യേകിച്ച് ഒന്നുമില്ല മിഥുനേട്ടാ. സഞ്ജനയുടെ കാര്യത്തിൽ എല്ലാവരും നിന്റെ നേരെ വിരൽ ചൂണ്ടിയത് വിഷമമായല്ലേ? നീ വിഷമിക്കണ്ട. ഇഷ്ടപ്പെട്ടയാളെ അവള് കല്യാണം കഴിച്ചാ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു നീ വിചാരിച്ചു. അതിന്റെ പേരിലല്ലേ നീ സഞ്ജനയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നേ. ഇതിലിപ്പം നീയായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഘനെ. സോ ബി കൂൾ. നടന്നതൊക്കെ ഒരു ദുസ്വപ്നമായി കരുതി അങ്ങ് മറന്നു കളഞ്ഞേക്ക്. നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് പോലെ മറന്ന് സഞ്ജനയുടെ പ്രണയത്തെ വിജയിപ്പിക്കാനായിട്ട് എത്രമാത്രം ശ്രമിച്ചു. ആകാശ് ഒരു നല്ല വ്യക്തിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക. എന്ത് ചെയ്യും? അവൻ നമ്മുടെ ശത്രുവായി പോയില്ലേ. സഞ്ജനയുടെ ജീവിതം നശിപ്പിക്കാൻ കച്ചകെട്ടി തന്നെയാവും വന്നേ. സഞ്ജനയ്ക്കുള്ള ദൈവാനുഗ്രഹം കൊണ്ടാ കല്യാണത്തിന് മുമ്പേ അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. മിഥുനേട്ടൻ പറഞ്ഞതൊക്കെ 100% ശരിയാ. എന്നാലും സഞ്ജനയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നവൻ നല്ലവനല്ലെന്ന് നേരത്തെ അറിഞ്ഞത് അവളുടെ ഭാഗ്യം തന്നെയാണെന്ന് പറയാം. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാലും അവളുടെ മനസ്സിനേറ്റ മുറിവ് അതിന് ഏത് കാലത്ത് ഉണങ്ങാനാ? നുറുങ്ങിപ്പോയ ഹൃദയത്തെ കൂട്ടി ഒട്ടിക്കാൻ പാടാ. എനിക്ക് ആ വേദന മനസ്സിലാവും മേഘനെ. പക്ഷെ നമ്മൾ നിസ്സഹായരല്ലേ. ഇനി അധികം സമയം കളയാതെ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി കൊടുത്താ ഈ വിഷമമൊക്കെ മാറിക്കൊള്ളുന്നു എന്റെ മനസ്സ് പറയും. ഏട്ടത്തിക്കറിയോ, ഞാനിപ്പോ പ്രഗ്നന്റ്. ഇനിയെങ്കിലും നമ്മള് നാലുപാട് നന്നായി അന്വേഷിച്ചിട്ട് വേണം ഒരു കല്യാണം നടത്താൻ. സഞ്ജനയ്ക്ക് ചേരുന്ന നല്ലൊരു ചെറുക്കനെ വേണം കണ്ടുപിടിക്കാൻ. സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ അവക്കിപ്പോൾ ഉണ്ടായ മുറിവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഈ പ്രശ്നത്തിന്റെ ഏറ്റവും നല്ല പരിഹാരം അതാണെന്നാണോ ഏട്ടന് തോന്നുന്നത്? അതെ മേഘനെ. ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ കൺമുമ്പിൽ തെളിയുന്നില്ല. ഇത്രയായ സ്ഥിതിക്ക് വീണ്ടും ആകാശിനെ കൊണ്ടുവന്ന് അവളുടെ തലയെ കെട്ടിവെക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, സഞ്ജന ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നത് കണ്ടു നിൽക്കാനാവില്ല. നമുക്ക് എത്രയും പെട്ടെന്നൊരു ചെറുക്കനെ കണ്ടെത്തണം. സഞ്ജനയ്ക്ക് അത്ര പെട്ടെന്ന് ഇതിന്ന് പുറത്തു കിടക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കുകയല്ലാതെ മറ്റെന്ത് മാർഗമാണ് അവളുടെ മുന്നിലുള്ളത്? അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവൾക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തിയേ പറ്റൂ. ഈ പ്രശ്നത്തിനും അതാ പരിഹാരം. ഇതിൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. സഞ്ജനയും ആകാശും മനസ്സുകളും മാത്രമല്ല പങ്കുവച്ചത്. ഇപ്പൊ ആകാശിന്റെ ഒരു പ്രതിരൂപം അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. അങ്ങനൊരവസ്ഥയിൽ ആകാശിനെ മറക്കാൻ അവളെ കൊണ്ട് അത്ര പെട്ടെന്ന് കഴിയോ? എന്തായാലും ഒന്നുകൂടി ഒന്ന് ആകാശിനെ കണ്ട് സംസാരിക്കണം. അവൻ യഥാർത്ഥത്തിൽ സഞ്ജനയെ പ്രണയിച്ചിരുന്നോ, അതോ അവന്റെ അമ്മാവിന് വേണ്ടി വേറെ ഒരു നാടകം കളിച്ചതാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ആകാശിനോട് പേഴ്സണലായിട്ട് സംസാരിച്ചാലല്ലാതെ ഒരു നല്ല സൊല്യൂഷൻ ഇതിന് കിട്ടാൻ പോകുന്നില്ല. മേഘ്ന എന്തിനായിരിക്കും എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? അതിന് അവൾക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നോട് നിനക്കെന്ത് പറയാനാ ഇനി? അങ്ങനെയല്ല ആകാശ്, നീയും സഞ്ജനയും ആത്മാർത്ഥമായൊരു ബന്ധത്തിലാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. നീ അങ്ങനെയല്ലെങ്കിലും സഞ്ജന നിന്നെ 100% സത്യസന്ധമായി സ്നേഹിച്ചേ. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ കല്യാണം നടത്താൻ മറ്റുള്ളവരെ ഞാൻ പ്രേരിപ്പിച്ചത്. എങ്കിലിപ്പോ അതിനെന്താ വേണ്ടേ? എന്നോട് നീ ഒരു സത്യം തുറന്നു പറയണം. എന്ത് സത്യം? യഥാർത്ഥത്തിൽ നിനക്ക് സഞ്ജനയോട് പ്രണയമില്ലായിരുന്നോ? അവളോട് കാണിച്ചതെല്ലാം വെറും പ്രകടനമായിരുന്നോ? നിന്റെ അമ്മാവിന് വേണ്ടി കളിച്ച വെറൊരു നാടകം മാത്രമായിരുന്നു അത്?
അക്കാര്യത്തിൽ ഓൾറെഡി ഞാനൊരു ക്ലാരിറ്റി തന്നാണല്ലോ. പിന്നെ എന്തിനാണ് ഈ ചോദ്യം? നീ നിന്റെ അമ്മാവിനെ പേടിച്ച് കള്ളം പറയുന്നതാണോ എന്ന് ചെറിയൊരു സംശയം തോന്നി. അതോ അമ്മാവിന് വേണ്ടി നീ നിന്റെ പ്രണയം ബലി കൊടുക്കാൻ തയ്യാറായതാണോ? ഹാ, ദയവ് ചെയ്ത് നിന്റെ മനസ്സിൽ എന്താന്ന് തുറന്നു പറ. സഞ്ജനയെ വെറുതെ ബലിയേടാക്കരുത്. എനിക്കിത് വേറൊരു നാടകമാണെന്ന് തോന്നുന്നില്ല ആകാശ്. നീ സഞ്ജനയെ കല്യാണം കഴിക്കണം ആകാശ്. കാറൊന്ന് നിർത്തേ. എടി മേഘനെ, നീ എന്റെ പിടിയിലായി കഴിഞ്ഞടി. ഈ ഒരൊറ്റ തെളിവ് മതി എനിക്ക്. നീ തിരിച്ച് വീട്ടിലെത്തുമ്പോ നിനക്കൊരു ശവക്കുഴി ഒരുങ്ങിയിരിക്കും. ഇന്ന് നിന്റെ ഈ അതിബുദ്ധിക്ക് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ട്. ഡ്രൈവർ, വണ്ടി വിട്ടോ. സത്യം തുറന്നു പറ ആകാശ്. നീ സഞ്ജനയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നല്ലേ? അവസാനമായിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. സഞ്ജനയ്ക്ക് താലി കെട്ടാനല്ല ഞാൻ ഒരുങ്ങിയത്, ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ളൊരു തൂക്കുകയറാം. എന്റെ അമ്മാവനെ നിങ്ങളെല്ലാരും കൂടെ ദ്രോഹിച്ചതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ സഞ്ജനെ ഞാൻ പ്രേമിച്ചെന്നൊക്കെ നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു? ഞാനൊന്നും ഞൊടിച്ച് എനിക്ക് 100 പേരെ കിട്ടും. അങ്ങനെയുള്ള ഞാൻ സഞ്ജനയുടെ പുറകെ നടക്കാനോ? നോൺസെൻസ്. നീ ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. ആ സഞ്ജനയെ പ്രേമിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ അവളെവിടെ, ഞാൻ എവിടെ? ഒച്ചിനും പാമ്പിനും തമ്മിലുള്ള അത്രയും വ്യത്യാസമില്ലേ? എന്നെ പോലെ ഒരാള് അങ്ങനെയുള്ള ഒരു സാധനത്തിനടുത്ത് വീഴും തോന്നുന്നുണ്ടോ? ഇനി സഞ്ജനയെ കുറിച്ചൊരു അക്ഷരം നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. നീയൊക്കെ ഒരു 10 ജന്മം എടുത്താൽ പോലും സഞ്ജനയെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ നിനക്കൊന്നും കിട്ടില്ല. എന്ത് കാലക്കേട് കൊണ്ടാണാവോ അവക്ക് നിന്നോട് സ്നേഹം തോന്നിയത്? അവിടെ ചെയ്ത ഏറ്റവും വലിയ തെറ്റതാ. ആ പാവം പെണ്ണിന്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും നീ മുതലെടുക്കായിരുന്നു. നിന്നെപ്പോലുള്ളവര് കാരണം ഇന്ന് പ്രണയം എന്ന് പറയുന്ന വാക്കിനെ എല്ലാവരും വെറുക്കുന്നത്. നിന്നെയൊന്നും ഒരിക്കലും ഈ ഭൂമിക്ക് മുകളിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തതാ ആകാശ്. ഇന്ന് നീ ആ പാവം പെണ്ണിനെ ചതിച്ചതിന്റെ പേരിൽ നാളെ ഒരു നാൾ നീ നിന്റെ ജീവിതത്തിൽ ദുഃഖിക്കാൻ കിടക്കുന്നതേയുള്ളൂ. ഇത് വേണമെങ്കിൽ എഴുതി വെച്ചോ. അന്ന് നിന്റെ അമ്മാവൻ ഈ പ്രവീൺ മാധവ് പോലും നിന്നെ രക്ഷിക്കാൻ വരില്ല. ഓർത്തു വെച്ചോ. സ്വാതി, സ്വാതി. എന്തിനമ്മേ വിളിച്ചേ? പാചകത്തിന്റെ കാര്യത്തില് ഇന്ന് മുതൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാലോ എന്ന് വിചാരിക്കുക. എന്ത് മാറ്റമ്മേ? മേഘന ഗർഭിണിയാണെന്നറിയാലോ. ഇന്ന് ഉഴുന്നുകൊണ്ടുള്ളൊരു ലഡു ഉണ്ടാക്കുക, നാളെ കുറച്ച് നെയ്യപ്പം, മറ്റന്നാള് മട്ടൻ സൂപ്പ് ഉണ്ടാക്കുക. ആരോഗ്യപ്രദമായ പലഹാരങ്ങൾ ഓരോന്നോരോന്നായി അവക്കുണ്ടാക്കി കൊടുക്കണം. അതിനെന്താ, ഞാനുണ്ടാക്കിക്കൊള്ളാം. അച്ഛമ്മേ, കഷ്ടമുണ്ട് കേട്ടോ. അച്ഛമ്മ മരുമോളുടെ നടുവിന് ബലം കൂടാൻ പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോ ഇവിടുത്തെ പുന്നാര മരുമോള് ഈ വീടിനെ മുച്ചൂടും തകർക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് അച്ഛമ്മയ്ക്ക് ഒരു വിവരമില്ലെന്ന് തോന്നുന്നു. നീ എന്ത് വേണ്ടാതേനോ ഈ പറയുന്നേ? ഇപ്പൊ തന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതില് 3/4 ഭാഗവും മേഘനയായിട്ട് വരുത്തി വെച്ചതാ. അതൊന്നും പോരാത്തോണ്ടാണാവോ പുതിയ പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരാൻ കാലത്തെ ഒരുങ്ങി ഇറങ്ങി പുറപ്പെട്ടു പോയിരിക്കുന്ന അവള്. ഈ വീട് ഒന്ന് ശാന്തമായ അവക്കത് സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഞങ്ങൾക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. വെറുതെ വളച്ചു കെട്ടാതെ പറയാനുള്ളത് നേരിട്ട് പറ. മേഘന ഇപ്പൊ എവിടെ പോയിരിക്കുകയെന്നറിയോ? എന്തോ അത്യാവശ്യമാന്ന് പറഞ്ഞു പോയതാ അവള്. മേഡത്തിന്റെ ആ അത്യാവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ കഴിയില്ല. ഒരു മഹാ തെണ്ടിത്തരം കാണിക്കാൻ അവള് പോയിരിക്കുന്നേ. അതെന്താണെന്ന് ഞാൻ പറയട്ടെ.
ആകാശ് സാറിനെ കാണാൻ പോയിരിക്കും അവള്. എന്ത്? അവൾ ആകാശിനെ കാണാൻ പോയെന്നോ? സത്യാണ് ആന്റി. അവനൊരു ഫ്രോഡാണെന്ന് തെളിഞ്ഞതല്ലേ? നമ്മുടെ കുടുംബത്തെ ദ്രോഹിക്കാൻ വേണ്ടിയാ അവൻ സഞ്ജനയെ വലയിലാക്കിയതെന്ന് മനസ്സിലായി. അങ്ങനൊരു ഫ്രോഡിനെ ഇവളെന്തിനാ കാണാൻ പോയേ? അതൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ളവരുമായിട്ട് ഇനി അവക്ക് എന്താ ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മഞ്ജരി, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ നീ പറയുന്നത്? അതോ പഴയ പോലെ അവളെ ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോന്നും ഉണ്ടാക്കി പറയുന്നതാണോ? മിഥുൻ, കാര്യമില്ലാതെ അവളെ നോവിക്കുന്നത് എന്റെ നേരം പോക്കാണെന്നാണോ വിചാരം? നടന്ന കാര്യം ഞാൻ പറഞ്ഞത്. മേഘൻ ഇപ്പൊ പോയിരിക്കുന്നത് ആകാശിനെ കാണാൻ വേണ്ടി തന്നെയാ. പ്രൂഫ് കാണിക്കാം. ഇതൊന്ന് കണ്ടു നോക്ക്, അപ്പൊ എല്ലാം താനേ മനസ്സിലാവും. ആന്റി, ആന്റി ഒന്ന് നോക്കിയേ. ഇപ്പെന്തു പറയുന്നു? ഇതുപോലെ ഇറങ്ങിച്ചെന്ന് മേടിച്ചുകൊണ്ടുവരുന്ന എത്രയെത്ര പ്രശ്നങ്ങളായിരിക്കും ഇതുവരെ നമ്മളെ നേരിട്ടിട്ടുള്ളത്. നീ എവിടെ പോയിട്ട് ഈ വരുന്നത് മേഘനെ? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ പോയിട്ട് വരുമെന്ന്? അത് ഞാനമ്മ. ആകാശിനെ കാണാൻ പോയിട്ട് അവൻ എന്തു പറഞ്ഞു? ചില നേരത്ത് നിന്റെ തലയ്ക്ക് സ്ഥിരതയില്ല.